ജാർഖണ്ഡിൽ വൻ രാഷ്ട്രീയ അട്ടിമറിക്ക് സാധ്യത എന്നുള്ള വാർത്തകളൊക്കെയാണ് പുറത്തുവരുന്നത്. ജെഎംഎം നേതാവും സംസ്ഥാന മുഖ്യമന്ത്രിയുമായ ഹേമന്ത് സോറനും ഭാര്യ കൽപ്പന സോറനും ബിജെപി നേതാക്കളെ കണ്ടു. ജെഎംഎം ഇന്ത്യ സഖ്യം വിട്ട് എൻഡിഎയിൽ ചേർന്നേക്കുമെന്നാണ് അഭ്യൂഹം. ആകെ 81 സീറ്റിൽ 34 സീറ്റുള്ള ജെഎംഎമ്മും 16 സീറ്റുള്ള കോൺഗ്രസ്, 4 സീറ്റുള്ള ആർജെഡിയും 2 സീറ്റുള്ള ഇടത് പാർട്ടിയും ചേർന്നാണ് ജാർഖണ്ഡ് സർക്കാർ. എൻഡിഎയിൽ ബിജെപിക്ക് 21 സീറ്റുകളുണ്ട്. എൽജെപി, എൽജെഎസ്യു, ജെഡിയു എന്നീ കക്ഷികൾക്ക് ഓരോ സീറ്റുകളുമുണ്ട്. അതേസമയം ചില കോൺഗ്രസ് എംഎൽഎമാരും പാർട്ടി വിടാൻ ഒരുങ്ങുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. അഭിലാഷ് രാധാകൃഷ്ണനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിലാഷ്, ഈ ജെഎംഎമ്മും ഇന്ത്യ സഖ്യവും തമ്മിലുള്ള ഒരു യഥാർത്ഥ പ്രശ്നം അതെന്താണ്? അനുശ്രീ, ഇപ്പോൾ കഴിഞ്ഞ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ജെഎംഎമ്മിനെ പൂർണ്ണമായി ഇന്ത്യ സഖ്യം ഒഴിവാക്കി അല്ലെങ്കിൽ പരിഗണിച്ചില്ല എന്നുള്ള ഒരു പ്രശ്നത്തിലാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ജെഎംഎമ്മും ഇന്ത്യ സഖ്യവും തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടർന്നു പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ജാർഖണ്ഡിൽ ഒരു രാഷ്ട്രീയ മാറ്റം അല്ലെങ്കിൽ അധികാര മാറ്റം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള ചില സൂചനകൾ പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് ജെഎംഎമ്മിലെ നേതാവും ജാർഖണ്ഡിലെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഹേമന്ത് സോറനും ഭാര്യ കൽപ്പന സോറനും കുറച്ചു ദിവസമായി ഡൽഹിയിലുണ്ട്. ഇവർ ഡൽഹിയിൽ ബിജെപി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇതിൽ എന്തെങ്കിലും രാഷ്ട്രീയമായിട്ടുള്ള മാറ്റം, അതായത് മുന്നണി മാറ്റം ജെഎംഎം, അതായത് ജാർഖണ്ഡിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാണ് ജെഎംഎം, അവർ മുന്നണി മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യ സഖ്യത്തിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ തിരിച്ചടിയാകുമെന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അവിടെ 34 സീറ്റുകളുള്ള ജെഎംഎം 21 സീറ്റുകളുള്ള ബിജെപിയിലേക്ക് അല്ലെങ്കിൽ ബിജെപിയോടൊപ്പം എൻഡിഎ മുന്നണിയിലേക്ക് പോവുകയാണെങ്കിൽ ഏതാണ്ട് 58 സീറ്റുകളോടും ബാക്കി എൻഡിഎയിലെ മുന്നണികൾ ചേർത്ത് 58 സീറ്റുകളോട് കൂടി തന്നെ ജാർഖണ്ഡ് എൻഡിഎ പിടിച്ചടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. 81 സീറ്റുകളുള്ള ജാർഖണ്ഡിൽ 16 സീറ്റുകൾ മാത്രമാണ് നിയമസഭാ അസംബ്ലിയിൽ 81 സീറ്റുള്ളപ്പോൾ 16 സീറ്റുകളാണ് കോൺഗ്രസിനുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ കയ്യിലുള്ള ഒരു സംസ്ഥാനം കൂടി ബിജെപി അല്ലെങ്കിൽ എൻഡിഎ സഖ്യം കൊണ്ടുപോകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് വിവരം. മാത്രമല്ല, കോൺഗ്രസിൽ നിന്ന് 8 എംഎൽഎമാർ കൂടി എൻഡിഎയിലേക്ക് പോകാനുള്ള ചർച്ചകൾ നടത്തുന്നു. അല്ലെങ്കിൽ ഹേമന്ത് സോറൻ നയിക്കുന്ന ഒരു ടീമിലേക്ക് കോൺഗ്രസിന്റെ എംഎൽഎമാർ കൂടി പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. 16 എംഎൽഎമാർ ഉള്ളതിൽ 11 പേരെങ്കിലും പാർട്ടി വിട്ടാൽ മാത്രമേ അത് ഇതിനു വേണ്ടിയിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഇവരുടെ അയോഗ്യത ഒഴിവാക്കാൻ പറ്റുകയുള്ളൂ.